17 ഏക്കർ സ്ഥലം, ഒരു തുള്ളി വെള്ളമില്ല. എങ്ങനെ ഇത്രയും വലിയ വെള്ളമാക്കി എന്നുള്ളത് ആ സക്കീൽ തന്നെ പറയും, ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഇത് നമ്മൾ വാട്ടർ റിസോഴ്സ്, വാട്ടർ സംഭരണി നമ്മൾ സൃഷ്ടിച്ചു. ഇവിടെ വെള്ളം വരുന്നത് ഫോറസ്റ്റിൽ നിന്ന്, അതേപോലെ തന്നെ മഴവെള്ളം ഫുള്ളി ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഏകദേശം 7 മീറ്റർ താഴ്ച ഉണ്ട്. ഈ 7 മീറ്റർ താഴ്ചയുള്ള ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ വെള്ളം ശേഖരിച്ച് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പം അതിൻ്റെ മേലെ ഭാഗത്തേക്ക് കംപ്ലീറ്റ്ലി നമ്മളെല്ലാം ഫ്രൂട്ട്സും കംപ്ലീറ്റ്ലി ഇത് ഫാം കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെള്ളമാണ് നമ്മൾ ഡ്രിപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡ്രിപ്പിലൂടെ ഫുള്ള് ചെയ്ത് എടുക്കുന്നത്. 17 ഏക്കർ സ്ഥലവും പഴങ്ങളെ കൊണ്ട് സമ്പുഷ്ടമായി കഴിയാണ്. ഇപ്പോൾ കായ് ഉണ്ടാകുന്ന സമയമല്ല എങ്കിലും ഞങ്ങൾ ഓരോ സംവിധാനവും കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തന്നെ നിങ്ങൾ കാണാം, ഈ കുളത്തിൽ ഒരു തുള്ളി വെള്ളം വരും, മഴവെള്ളം പാഴാക്കുന്നില്ല. ഇവിടുന്ന് കവിഞ്ഞൊഴുകുമ്പോൾ അത് അടുത്ത കുളത്തിലേക്ക് വന്ന് ചാടുന്ന ഒരു സംവിധാനം കേട്ടോ അത് ഇവിടെ ഒരുക്കിയിരിക്കണേ. അത് കഴിഞ്ഞാൽ അത് താഴേക്ക് പോകും. അത് താഴേക്ക് എല്ലാ സംവിധാനവും, ഒരു തുള്ളി വെള്ളവും ഇവർ വേസ്റ്റാക്കി വേറെ സ്ഥലത്തേക്ക് വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വരി പല ആൾക്കാരും കൃഷി ഉണ്ടാക്കും, വെള്ളമില്ലടാ അവിടെ എന്താ ചെയ്യാനാന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടായത്. കാരണം ഈ ഭാഗത്തൂടെ വരുന്ന വെള്ളം അവർ ഇതിലൂടെ കൊണ്ടുവന്ന്, ഇപ്പോൾ മഴക്കാലം അല്ലാത്തതുകൊണ്ടാണില്ല ചാടുന്നത്, നമുക്ക് നേരിട്ട് കാണായിരുന്നു. കാണുന്നത് ഇതിൻ്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടു. ഇതിലൂടെ വന്ന് നിങ്ങളൊക്കെ വലിയൊരു കുളമാക്കി മാറ്റിയിരുന്നു അവിടെ. ഇത് എന്നിട്ടാണ് ഈ 17 ഏക്കറും ഇവരിപ്പോൾ മാസം ഏതാ, ഫെബ്രുവരിയാണ്, നിങ്ങൾക്കറിയാലോ മഴ ഒന്നുമില്ല, ഇപ്പോൾ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നത് അവിടുത്തെ വേറൊരു കുളമാക്കി മാറ്റിയതിനപ്പുറം. അപ്പോൾ ഒരു വളരെ ടെക്നിക്കലായിട്ട് അവർ എന്തായാലും പറയില്ല, അങ്ങനെ തന്നെയല്ലേ ഇറിഗേഷൻ സിസ്റ്റംസ്, ഒരു സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് വെള്ളം ഒരു തുള്ളി പാഴാക്കാതെ പറമ്പിലേക്ക് ഇതങ്ങനെ ഒഴുക്കി കൊണ്ടുപോയി ഈ പറമ്പ് മുഴുവൻ ഒരു നനച്ച് നല്ലൊരു തോട്ടാക്കി മാറ്റിയാണ്. ഇനി അതും കാണിച്ചു തരാം. വരി അപ്പോൾ 2 കുളങ്ങൾ കാണിച്ചു തന്ന്, ആ രണ്ടാമത്തെ കുളത്തിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളമല്ല ഇതിലൂടെ അങ്ങോട്ട് പോയിട്ട് ഇവിടെ നോക്കിയേ വലിയൊരു കുളത്തിലേക്കാണ് വന്ന് ചാടുന്നത്. ഇതിന് മുമ്പ് ഇത് ജോബിയുടെ കയ്യിലായിരുന്നു. ജോബി പല കിണറും ഇതിൽ കുത്തിയിട്ട് എവിടെയും വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടില്ല എന്ന് കണ്ടിട്ട് തന്നെ ഞങ്ങൾ എടുത്തതും ഓൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുക, വെള്ളം കളി നടത്താനുള്ള വെള്ളം ഇപ്പോൾ അവിടെ അതിന് വലിയൊരു കുളത്തിലേക്ക്. ഇത് 3ാമത്തേതാ കേട്ടോ ഈ കുളം. ഈ വെള്ളമില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത്രയും വെള്ളം. ഇപ്പോൾ പല ആൾക്കാരും കൃഷി ചെയ്യാൻ മടിക്കുക, എന്ത് വെള്ളമില്ല അവിടെ അങ്ങനെ ഉണ്ടാവില്ല, ഒക്കെ വെറുതെ പറയാം. പാറപ്പുറത്ത് അതൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ ഓർക്കുക. ഇങ്ങോട്ട് നോക്കിയത് ഫുള്ള് മാങ്ങ, പ്ലാവ്, എന്തൊക്കെ തരുന്നുണ്ട് ഇവിടെ, എല്ലാം ഉണ്ട്. ഇവിടെ മാങ്കോസ്റ്റിന്, മാവ്, നമ്മുടെ പ്ലാവ്, ഒലിവ് ഒഴിച്ചിട്ടിനെ ഉണ്ടായോ? ഒലിവ് ഉണ്ടായിട്ടില്ല. ഇല്ല ഒലിവ് ഇവിടുന്ന് ഉണ്ടാവില്ല കേട്ടോ. പാറയല്ലേ ഇത്, അതൊക്കെ പല വെറൈറ്റി മാവുകളാ. അങ്ങോട്ട് കാണിക്കുക, അങ്ങോട്ട് കാണിക്കുക. അവിയു അല്ലാണ്ട് മാങ്കോസ്റ്റിന്, റംബുട്ടാൻ, പലതരം പ്ലാവുകള്, അങ്ങോട്ടൊക്കെ നോക്കിയ കവുങ്ങ്, തെങ്ങ് എന്ന് വേണ്ട പഴങ്ങള്, നല്ല ഞാലിപ്പൂവനൊക്കെ ഉള്ളത്. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരി ബാക്കി കാണാം. ഇവിടെ നോക്ക്, ഞാലിപ്പൂവന അത് കുടിച്ചാ വെട്ടമൊക്കെ അല്ലേ, വെട്ടൊക്കെ അടിപൊളി, നല്ല മൂത്ത ഒരു കൊല. അല്ല ആയാലും അറിയില്ല. അപ്പോൾ ഇതുമാതിരി വെട്ടണമെങ്കിൽ ഇമാതിരി കൃഷി ചെയ്തേ പറ്റൂ. വെറുതെ നിന്നാൽ ഒന്നും നമുക്ക് കിട്ടൂല കേട്ടോ. വെള്ളം കലക്കി എടുക്കാൻ ചെറുനാരങ്ങ തൈകൾ ഇവിടെ വേണ്ടി ജാതിക്ക അവിടെ കായ്ച്ചിരിക്കുന്നു. ഇതിനൊക്കെ നല്ല വിലയാട്ടോ. മാർക്കറ്റിൽ നമ്മൾ പൈസ എടുത്ത് വാങ്ങുക. ഇതൊക്കെ ഇവിടുന്ന് നമുക്കൊരു വരുമാനം ശരിക്കും കിട്ടും. ഇതിമ നല്ലോണം നോക്കിയാൽ, നല്ലോണം നോക്കണം. നട്ടട് പോയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല അറിഞ്ഞിട്ട് കാര്യമല്ല. ഇതിൻ്റെ ചുവട്ടിൽ നിന്നാൽ ഇതിമ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇതിൻ്റെ താഴെ ഭാഗം നമ്മൾ കുടിക്കുന്ന ഒറിജിനലുള്ള വെള്ളം ഇത് മാത്രമേ ഉള്ളൂ. ഇതവിടെ കെട്ടിയുണ്ടാക്കിയ ഇതും ആദ്യത്തിലില്ലായിരുന്നു. ഇതൊക്കെ വാങ്ങിയതിന് ശേഷം കുഴിച്ച് ഉണ്ടാക്കിയ ഒരു സ്ഥലം കൂടി. ഒന്ന് കാണിച്ചു കൊടുത്താൽ എന്താ വൃത്തി. എന്താണ് നമ്മളെ നീരുറവ. ഇതിലാകെയുള്ള ഒരു നീരുറവയാണ് ഇത്. ഇത് നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കൊരു വർഷത്തിന് എവിടെ എത്തൂല. അതിനാണ് ആ വഴികൾ നമ്മൾ തേടിയത് കേട്ടോ. ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ ചെടീൻ്റെ ഒക്കെ മുരട്ട് തേങ്ങൻ്റെ പൊളി ഇട്ടാണ്, ചകരിപ്പൊളി. എന്തിനാന്ന് വെച്ചാൽ ഈ തണുപ്പ് നിലനിർത്താനും. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, ആ കോറിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കും.
എല്ലാ മരത്തിൻ്റെ ചോട്ടിലും. ഈ 17 ഏക്കറിലും ഇതാണ് ഇപ്പോൾ ഈ കോലത്തിൽ വെള്ളം എല്ലാ ചോട്ടിലും എത്തുന്നുണ്ട്, എല്ലാത്തിൻ്റെ ചോട്ടിലും. എന്നാൽ എന്താ ഈ തണുപ്പ് എപ്പോഴും ഉണ്ടാവും, ആ ചകിരി കളയുകയും വേണ്ട. തേനീച്ച വളർത്തൽ ചെറുന്തേനാട്ടോ അത്. ഇതെന്താ വെച്ചാൽ ഇവിടെയൊക്കെ നിറച്ച് ഈ ചെടികളായതുകൊണ്ട് അതിൻ്റെ പൂക്കൾ കൃത്യമായിട്ട് അതിന് കിട്ടുന്ന തേൻ ഇവിടെ ഒറിജിനലായിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ അതിന് ചെയ്ത് വെച്ചാൽ അവിടെയൊക്കെ ഉണ്ട്, കുറേ അത് അവിടെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ആ പരിപാടി നടക്കും, പരാഗണം അല്ലേ. അതായത് തേനീച്ചന്ന് ഒരുപാട് പൂക്കളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ കിടക്കുന്നതുകൊണ്ട് അതിന്റെ ചെറുതേനാണിത്. നല്ല വാല്യൂ ഉള്ള വിലയുണ്ട്, നല്ല വാല്യൂ. കിലോ എന്താ വില? മെഡിസിൻ 4000 ഉറുപ്പ്യാണ് അതിൻ്റെ വില കേട്ടോ, കിലോ. അപ്പോൾ നല്ല ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യലെന്ന് എല്ലാവരും ഒന്ന് നിർബന്ധമാക്കുക. ഉള്ള സ്ഥലത്ത് കുറച്ചെങ്കിലും ചെയ്യുക. ഇത് നമ്മൾ ഇവരെ സമീപിച്ചാൽ മതി. ഈ കൃഷിഭവനുണ്ട്, നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവും. അവർ പല തൈകളും നമുക്ക് തരും. അത് മേടിച്ച് കൊണ്ടുവന്ന് അതിൽ വളങ്ങൾ അതിലിടാനുള്ള ഇതൊക്കെ സബ്സിഡിയോട് കൂടിയല്ലേ നമുക്ക് കിട്ടുന്നത്. എല്ലാ സൗകര്യവും നമ്മൾ കൃഷിഭവനും ചെയ്തു തരുന്നുണ്ട്. നമുക്ക് ഇവിടെ ചെയ്തു തന്ന കൃഷിഭവൻ കാരശ്ശേരിയാണ്. നിങ്ങളെ നാട്ടിലും അതുപോലെ തന്നെ പല കൃഷി ഭവനുകൾ ഉണ്ടാവും. അവിടെ നമ്മൾ സമീപിക്കുക. അവരുടെ അടുത്ത് തൈ പപ്പായൻ്റെ തൈ വെറും 10 ഉറുപ്പ്യൊക്കെ നമുക്ക് കൃഷിഭവൻ നാട്ടോ കിട്ടുക. അല്ലാതെ നമ്മൾ പ്രൈവറ്റായിട്ട് അവിടെയും ഇവിടെയും പോയാൽ അത് കിട്ടൂല.